ചെയർമാൻ SR പിള്ള സർ, ജനറൽ സെക്രട്ടറി AN ഷാജി സർ, ട്രഷറർ മാർവിൻ വിക്ടർ സർ, മറ്റു പലരുടെയും പേരറിയില്ല, ക്ഷമിക്കണം. എല്ലാ മറ്റ് അസോസിയേഷനിലെ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി പറയുന്നു. ഇവിടെ ഇന്ന് ഓഡിയൻസായി വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. സർവോപരി ഈശ്വരനും നന്ദി നന്ദി നന്ദി. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇതിനു പോകുന്നുണ്ടോ? ഞാൻ ബോംബെയിലെ പ്രോഗ്രാമിന് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ശ്രദ്ധ, നമുക്കറിയാം ഐഡിയ സ്റ്റാർ സെക്കർ എന്ന് പറയുന്ന ഈ നമ്മളെയൊക്കെ പിടിച്ചുലക്കിയ ഉലത്തിയ നമ്മളെയൊക്കെ മനസ്സിൽ ഇടിച്ചു കയറിയ ഒരു ഷോയാണ് ഐഡിയ സ്റ്റാർ സെക്കർ ഏഷ്യനെറ്റിന്റെ. അതിൽ സീസൺ 2-ലായിരുന്നില്ലേ ശ്രദ്ധ? സീസൺ 2 2007 ഓക്കെ. അതിനുശേഷം ഇപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ട്, പുതിയ സിനിമകളൊക്കെ. പുതിയ സിനിമ ഇപ്പം 2 മാസത്തിനുള്ളിൽ നീഹാരിക എന്നൊരു പടം റിലീസാവും. ഒരു 3-4 ഫിലിം റിലീസ് ആവാനുണ്ട്. അപ്പൊ എന്തായാലും നന്നായിരിക്കുന്നു. പുതിയ വർഷത്തിൽ ഒരുപാട് നല്ല അനുഭവം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പാട്ട് അവർക്ക് പാടി കൊടുത്താൽ അവർ ഒരിക്കലും മറക്കില്ല. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. കളിമണ്ണ് എന്ന ചിത്രത്തിലെ ലാലി ലാലിയും തുടങ്ങുന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നല്ല നല്ല
അഭിമാനിക്കുന്നത്. നിങ്ങൾ തന്ന ആ സ്നേഹത്തിനും സ്വീകരണത്തിനും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനിവിടെ അകത്ത് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇവിടെ ഇതിനകത്ത് ഒരാളോട് വരാനുണ്ടല്ലോ. ആൾ നേരത്തെ ഒരു വേഷത്തിലൊക്കെ വന്നിട്ട് പോയിരുന്നു. എന്നാൽ പോലും ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ വിളിക്കാം അനു ജോസഫ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ അനു വരുമെന്ന് എനിക്കറിയില്ല. വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ മാത്രമേ ഞാൻ വരുന്നതാണ്. അപ്പൊ പാമ വിളിച്ചാൽ വരുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, അവിടെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് സീരിയലിലെ വിളി കേൾക്കണ പോലെ കാര്യനിസ്സാരത്തിൽ ഭാമേ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. അപ്പൊ ചാടി എഴുന്നേറ്റ് പോന്നാ. അനുന്ന് വിളിച്ചത് കേട്ടില്ല. ഞാൻ ബോംബെ വന്നിട്ടുണ്ടേട്ടാ. എന്തിനാ? ഞാനിവിടെ പർച്ചേസിന്റെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഷോയുടെ കാര്യം ഷോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോ ഞാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇപ്പൊ ശരി, മനസ്സിലായില്ല. ഇതാണ് ആള്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ടക്കന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോളൂ. എന്തൊരു ആള് കുഴപ്പക്കാരിയല്ല. അപ്പൊ അനു, ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മൾ എല്ലാവരും വന്നപ്പോ പലരും ചോദിച്ചിരുന്നു ഇവിടെ. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് പ്രമോദിനെ കണ്ടിരുന്നു. പ്രമോദ് മല്ല കണ്ടിട്ട് ചോദിച്ചു, ഈ അനു അല്ലെങ്കിൽ ഈ ഭാമ എന്ന് പറയുന്ന ആൾ എപ്പോഴും ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണെന്ന് ചോദിച്ചു. ഈ ഒരു സ്ത്രീകളുടെ ഒരു മേൽക്കോയ്മാണ്, ഒരു ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയാം, ഒരിക്കലും അങ്ങനെ ആണോ? അങ്ങനെയാണോ? ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അനീഷേട്ടന്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നോ അല്ലേ? നമ്മുടെ സീരിയൽ കാണുന്നവർക്ക് തോന്നുന്നു സ്ത്രീപക്ഷവാദി. ഇല്ല സാർ, തോന്നുന്നുണ്ടോ? ഒരു സ്ത്രീപക്ഷവാദിയായിട്ട് തോന്നില്ലേ? യഥാർത്ഥത്തിൽ അനു അങ്ങനെയാണോ? ഒരു കാരണവശാലും ഞാൻ അങ്ങനെയല്ല. നമ്മള് സ്ത്രീകള് പുരുഷന്മാരോട് എല്ലാ അഭിപ്രായങ്ങളും ചോദിക്കണം. ഒരു കുടുംബം ആവുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ഒക്കെയാണ് ജീവിക്കണം. അങ്ങനെയല്ലേ വേണ്ടേ ആന്റിമാരെ? അല്ലേ? അതെ, അവരെല്ലാം തലയാട്ടി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പ്രശ്നമല്ല. അതെ, ഞങ്ങൾ ഇങ്ങനെ തർക്കിച്ചെങ്കിലും നമുക്കറിയാം സ്ത്രീക്ക് കൊടുക്കേണ്ട പ്രാമുഖ്യമുണ്ട്, പുരുഷന് കൊടുക്കേണ്ട പ്രാമുഖ്യം നമുക്കറിയാം. അത് ഉത്തമം എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? വിളിച്ചോട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പോവാ. ഞങ്ങൾക്ക് പോണോ? ഞങ്ങൾ തീരുമാനിച്ചോളാം. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു. നമസ്കാരം എല്ലാ മലയാളികൾക്കും, ഈ ബോംബെ മലയാളികൾക്കും വളരെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കാരണം 2013 എന്ന് പറയുന്ന ആ വർഷത്തിൽ നമുക്ക് കിട്ടിയ നേട്ടങ്ങളും നമുക്ക് കിട്ടിയ കോട്ടങ്ങളെയും തിരുത്തുന്നതിന് വേണ്ടി നമുക്ക് മുമ്പിൽ വന്നു നിൽക്കുന്ന വളരെ പ്രശാന്ത സുന്ദരമായ ഈ 2014 എന്ന് പറയുന്ന വർഷമാണ്. 2013 നമുക്ക് നേട്ടങ്ങളുണ്ടായി, അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. 2013 കോട്ടങ്ങൾ നമ്മൾ ദുഃഖിക്കുന്നു. മലയാളിക്ക് മാത്രമുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേട്ടം വന്നാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ കൂടെ കൂട്ടുന്ന ഒരു സാധനമുണ്ട്. എന്താണത്? അമ്മ പറഞ്ഞോടെ. എന്താണമ്മ അത്? മലയാളി മാത്രം എപ്പോഴും കൂടെ കൂട്ടുന്ന ഒരു സാധനമാണ്. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും. കേട്ടില്ല? കുപ്പി. നല്ലൊരു കയ്യടി കൊടുക്കുക സാറിന്. ഫ്രണ്ടിലിരുന്ന സാറ് തന്നെ പറഞ്ഞു, ഞാൻ അങ്ങേ അറ്റമാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. കുപ്പി. അതിൽ തന്നെ തീർച്ചയായിട്ടും ആധിക്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് മലയാളി കുടിച്ചു തീർക്കുന്നത് ഓണത്തിനായിരുന്നാലും ക്രിസ്മസിനായിരുന്നാലും ന്യൂ ഇയറിനായിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ ആ നേട്ടത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ 2 എണ്ണം അടിക്കുന്നത് ദാ കിടക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കോട്ടകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ദുഃഖം വരുന്നു, ദുഃഖത്തിൽ നമ്മൾ 2 എണ്ണം അടിക്കുന്നു ദാ കിടക്കുന്നു. അപ്പൊ എന്തായാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മാത്രം നേട്ടം കണ്ടെത്താതിരിക്കട്ടെ 2014. പിന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി എത്ര വലിയ ഉയർന്ന പദവി വഹിക്കുന്ന അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ കൂടി എപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നൈർമല്യതയുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട്, ഈ 2014 നിങ്ങൾക്ക് നല്ല സാരികൾ കിട്ടട്ടെ, നല്ല ചുരിദാർ കിട്ടട്ടെ, ഭർത്താവുമായിട്ട് അത്യാവശ്യം ഈ കുഴപ്പമില്ലാത്ത വഴക്കുകളൊന്നും ഉണ്ടാവാതെ പിണക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കൈവയ്ക്കും, അത് സ്ത്രീയല്ല, സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ സുപരിചിതയായ ഒരു കലാകാരിയാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സീരിയലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സിനി വർഗീസ്. സിനി, come on. നമസ്കാരം. എന്റെ അടുത്തല്ല പറയേണ്ടത്, ഇവിടെ വിളിച്ച ആൾക്കാരോട് പറയണം. നമസ്കാരം. എന്താണ് ഈ ന്യൂ ഇയറിൽ അവരോട് പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം ഉണ്ടാവട്ടെ. അത്രേ ഉള്ളൂ. സിനി കാസർഗോഡ് കാരിയാണ്. കാസർഗോഡിന്റെ ഒരു തനത് സംഭാഷണം സിനിയുടെ വായിൽ നിന്ന് വരും അല്ലേ?
അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പിശുക്കി സംസാരിക്കണം. സാധാരണ ഒരുപാട് സീരിയസ് നമ്മൾ ഈ പറയുന്നത് പോലെ മെഗാ സീരിയൽ നേരത്തെ പറഞ്ഞതുപോലെ ആണുങ്ങൾക്ക് മെന്റൽ എന്റർടൈൻമെന്റ് ഒരുപാടുണ്ട്. ക്ലബ്ബിൽ പോവാം, അതുപോലെ ചീട്ട് കളിക്കാം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്ന് ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV സീരിയലുകളാണ്. അതിൽ ഒത്തിരി പരമ്പരകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഈ സിനി എന്ന് പറയുന്നത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഏതാണ്? കൺമണി ചെയ്യുന്നുണ്ട് സൂര്യ TV-യില്. പിന്നെ ശ്രീധനം. സ്ത്രീധനത്തിൽ നെഗറ്റീവാണ് പോസിറ്റീവ് ക്യാരക്ടറാണ്? അതെ അതെ, എപ്പോഴും ബി നെഗറ്റീവ് എന്ന് പറയുന്ന ആളാണ്. ബ്ലഡ് ഗ്രൂപ്പ് അത് തന്നെയാണ് ബി നെഗറ്റീവ്? അല്ല, ഓ പോസിറ്റീവ് ആണോ? അപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന ഈ നടിമാർക്ക് ഇത്ര വിവരമേ ഉള്ളൂ എന്ന് നമ്മൾ ഇവിടെ പറയുകയും ചെയ്തു. എപ്പോഴും സ്വാഭാവികമായിട്ട് സീരിയലിൽ അഭിനയിക്കുന്ന കഥാപാത്രത്തെ പോലെയാണോ വീട്ടിലും? അല്ല, ഞാൻ പാവാ. എന്നെ കണ്ടാ പറയില്ല പാവാന്ന്. പിന്നെ എല്ലാരും ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നെറ്റിയിൽ പാവാണെന്നുള്ളത്. ചേച്ചി ഞാൻ പാവല്ലേ ചേച്ചി? അല്ലേ? അല്ലേ? അമ്മേനെ വിളിച്ച ചേച്ചി എന്ന്. അപ്പൊ ഇവക്ക് എത്ര പ്രായം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എന്തായാലും സിനിയുടെ വമ്പൻ പെർഫോമൻസുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് മലയാളം ആയതുകൊണ്ട് തന്നെ എവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. കാര്യം കാസർഗോഡ് മലയാളത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ചില കുഴപ്പങ്ങളുമുണ്ട്. ചില സ്ഥലത്ത് നേരായി പറയുന്ന ചില സാധനങ്ങള് ചില സ്ഥലത്ത് തെറിയായിട്ട് മാറും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ഇത്രയും ആൾക്കാരിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാനൊന്നും പറയാത്തത്. എന്തായാലും സിനിയുടെ പ്രകടനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശരി. ഇനി അടുത്ത് നമുക്കൊരു പാട്ടാവാം. ശ്രീകുമാറേട്ടൻ. नन्ना मुन्ना एक सपना जा रे, शुरू में अखियों में नन्ना मुन्ना एक सपना जा रे, बिंदिया की उड़ के आखिरी आँखियों में आ जा साथी रे, रारी रारू ओ रारी रो, रारी रारू ओ रारी रो, शुरू में अखियों में नन्ना मुन्ना एक सपना ते जा रे। अच्छा कोई सपना तेरा मुझको कोई अपना तेजा, अनजाना सा मगर कुछ पहचाना था, हल्का कुलता शबनरी रेशम से भी रेशमी, शुरू में अखियों में नन्ना मुन्ना एक सपना ते जा रे, बिंदिया की उड़ के ताक रे, आँखियों में आ जा साथी रे, रारी रारू ओ रारी रो, रारी रारू ओ रारी रो। रात करत पर जाने वाले, नींद करस पर जाने वाले, इतना कर दे कि मेरी आंखें भर दे, आंखों में बस
तारे सपना ये सितारे कन्ने कलिमाने कन्निमയിലെന്ന് കണ്ടീനുനെ നാനേ അന്തിപ്പകലുനെ ഞാൻ പാക്കിരേ ആണ്ടവനേ ഇதை தான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரോ. Thank you. എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. എല്ലാരും കേട്ടിരിക്കുമല്ലേ? ഇടക്കാല പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ലേ? ആണ്. അപ്പൊ ആകാശദൂത് എന്ന ചിത്രത്തിലെ കാട്ടിലെ മേന എന്ന് തുടങ്ങുന്ന ഗാനമാണ്.
നമുക്കറിയാം അവയവങ്ങളും ദാനം ചെയ്ത് മറ്റൊരു ജീവനെ നമ്മുടെ ജീവിതശേഷവും നമുക്ക് സഹായിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള കാരുണ്യ സ്പർശത്തിലേക്ക് അവയവദാനം മഹാദാനം എന്ന അവയർനെസ്സിലേക്ക് ഒരു ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിൻ ഹിരാന്താനി കേരള അസോസിയേഷൻ നടത്തുന്നുണ്ട്. ജോയിന്റ് വെഞ്ചർ വിത്ത് കാരുണ്യ ട്രസ്റ്റ്. ഇന്ന് കാരുണ്യ ട്രസ്റ്റിൻ്റെ ഒരു കൗണ്ടർ അവിടെ തുറന്നിട്ടുണ്ട്. നമ്മുടെ അവയവദാനത്തിന് വേണ്ടിയുള്ള ഫോം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമായിരിക്കും. ഓൾറെഡി ഹിരാന്താനി കേരള അസോസിയേഷൻ്റെ 30 മെമ്പേഴ്സ് ഇതിന് കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞു. നിങ്ങളേവരും ഇതിനു വേണ്ടി തയ്യാറായി അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് ഫോം വാങ്ങുകയും അതിന് കമ്മിറ്റഡ് ആവുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓർക്കണം, ജീവിതശേഷവും നിങ്ങളുടെ കാരുണ്യ സ്പർശം ഒരു ജീവനെ രക്ഷിക്കാൻ കഴിയും.